ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞ യേശുവേ നന്ദി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലാഖാതുരി കസം ഠേ ലബറാം ടാനിയ റഘൂദര കസം ഠേ ലഗറാം ധുനിയ മിഖാ ബറാക്കാറ്റ ലറാം ധുനിയ ലഘോദര കസം ഠേനിയ റെങ്കാതുരി കസം ഠേ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ ഹീലാവട്ടെ. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവെ നന്ദി പറഞ്ഞേ. യേശുവെ നന്ദി. കർത്താവുണ്ടല്ലോ, ദൈവം ഈ ഇന്ന് കർത്താവ് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാവോ? ഇന്ന് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഫിനാൻസിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവിനോട് പറഞ്ഞത്. നിങ്ങളുടെ ഫിനാൻസ് ദൈവം തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസമുണ്ടോ? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പക്ഷെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു അപേക്ഷ പോലെ പറയുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പല വഴികൾ തുറന്നു തരും. നിങ്ങൾ എന്നെ ഈ വീഡിയോസ് ഞാൻ ചിലപ്പോൾ ഇട്ടിട്ട് ചിലപ്പോൾ 2 ദിവസം ആവുമായിരിക്കും. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ കണ്ടാലും ഒരാഴ്ച കഴിഞ്ഞ് കണ്ടാലും പൂജ ചെയ്യുന്നത് പോലെ അല്ല ഇത്. ഒരു ചരട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് തന്നു, അത് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ശക്തി പോകുന്ന പോലെയല്ല. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഭയങ്കര പവർഫുള്ളായിട്ട് തന്നെ ഇതിങ്ങനെ എപ്പോൾ നിങ്ങൾ കേട്ട് ആമേൻ പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഫിനാൻഷ്യൽ മേഖല തുറന്നിരിക്കും. നിങ്ങൾ എത്ര പ്രാവശ്യം എൻ്റെ വീഡിയോസ് ഇങ്ങനെ അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇത് പറയുന്നതും ഇത് തുറന്നു തരുന്നതും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കേട്ടാലും നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖല, ഫിനാൻഷ്യൽ ദൂതൻ ഉറപ്പായിട്ടും നിങ്ങളുടെ എടുത്ത് നിങ്ങളുടെ ആത്മാവുമായിട്ട് കണക്റ്റഡ് ആവും. ഫിനാൻഷ്യൽ തുറക്കുന്നത് ഫിനാൻഷ്യൽ ദൂതനാണ് നിങ്ങൾക്ക് വന്ന് ഫിനാൻഷ്യൽ തുറന്നു തരുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എന്താണെന്നറിയോ? വേഡ് നിങ്ങൾ പിടിക്കണം. വേഡ് ഞാൻ പറയുന്ന വേഡ് നിങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ പിടിച്ചെടുത്താൽ മതി. നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖല എവിടെ നിന്നാണ് പൈസ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കും. ഞാൻ ഉറപ്പ് പറയുന്നു. ഇന്ന് കർത്താവ് പറഞ്ഞത് ഒരുപാട് പേര് ഫിനാൻഷ്യൽ മേഖലകൾ തുറക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന ആത്മീയ മണ്ഡലത്തിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. അയ്യോ നാളെ 2 ദിവസം കഴിഞ്ഞ്, അയ്യോ അടുത്ത ചൊവ്വാഴ്ച, അയ്യോ അടുത്ത ബുധനാഴ്ച എനിക്ക് പൈസ കൊടുക്കണമല്ലോ, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവരെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മാനത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. സത്യമല്ലേ? സത്യമല്ലേ? നിങ്ങൾ പറ, സത്യമല്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. നിങ്ങൾ എപ്പോഴും പറയേണ്ടത് എന്താണെന്നറിയോ? എനിക്ക് ദൈവം ഒരു ആവശ്യത്തിനെ തന്നു, എനിക്ക് ദൈവം ഒരു ബ്രദറിനെ തന്നു. വേട് മാത്രം പിടിച്ചാൽ മതി, എൻ്റെ ഫിനാൻഷ്യൽ മേഖല തുറക്കും. വാവ്! സീരിയസ്ലി നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഫിനാൻഷ്യൽ മേഖല തുറക്കും. നിങ്ങൾ വിശ്വസിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഫിനാൻഷ്യൽ മേഖല തുറക്കുന്നു. നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫിനാൻഷ്യൽ മേഖല തുറക്കും. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് എന്നെ കാണാൻ സമയമുണ്ടോ? നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ?
അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രെയർ ചെയ്യണം. ഹല്ലേലൂയ. അയ്യോ, നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് റിലീസ് ചെയ്ത് തരും. ഞാനിപ്പോൾ സമയം എത്രയായി? 4-5 മണിയായി. നേരം വെളുത്തു 4:30. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ഉറങ്ങത്തില്ല. ഞാനിങ്ങനെ പ്രെയർ ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. വേറെ ആരോടും എനിക്ക് സംസാരിക്കാനില്ല. എനിക്ക് മനുഷ്യരോട് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ല മനുഷ്യരോട് സംസാരിക്കുന്നത്. അവരെന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു മനുഷ്യരെ വിശ്വസിക്കാൻ കൊള്ളാത്ത ലെവലിലാണ് അവരുടെ ടോക്കിങ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമോ? ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ദൈവത്തിന് അതൊന്നും ഇഷ്ടമല്ല. സത്യമായിട്ട് ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. ഫയർ ഹോളി സ്പിരിറ്റ്. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം ആ കൊമ്പും മുറിച്ച് കളഞ്ഞ് മോന്തക്കിട്ട് അടിയും വെച്ച് തരും. ഉറപ്പ്. സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വാശിയെല്ലാം ആദ്യം തന്നെ കളയണം. ഫിനാൻസ് എങ്ങനെ തുറക്കണമെന്നറിയാം. ഫിനാൻസിൻ്റെ തുറക്കുന്ന ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. ആ വചനം ഇങ്ങനെ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദോഷികളെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നുവെങ്കിൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനം കൊടുക്കണം. ദാനം കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളായിരിക്കണം നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ സ്വർഗസ്ഥ പിതാവാണ് ഈ ഫിനാൻഷ്യൽ മേഖല തുറക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവെ നന്ദി പറഞ്ഞ്. അതിങ്ങനെ പറയുന്നുണ്ട്, സ്വർഗസ്ഥ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് മേഖലയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവം അന്നുള്ള അപ്പമായിരിക്കും തരുന്നേ. ഹല്ലേലൂയ. ലോൺ അടയ്ക്കാനുള്ളത് ചിലപ്പോൾ തരത്തുള്ളൂ. അത് നിങ്ങളെ പരീക്ഷണമാണ്. കടം തീർക്കുന്നുണ്ടോ എന്ന് നോക്കും. ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾ ആ കടങ്ങൾ വീട്ടുന്നുണ്ടോ എന്ന് ദൈവം നോക്കും. ഇങ്ങോട്ട് മേടിച്ചാൽ മാത്രം പോരെ, അങ്ങോട്ടും കൂടെ കൊടുക്കാൻ പഠിക്കണം. കടം മേടിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കണം. കുറേ ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. കുറേ പേര് കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കത്തില്ല. കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ പറഞ്ഞേ, കർത്താവേ എൻ്റെ കടമെല്ലാം കൊടുക്കാൻ എന്നെ അനുഗ്രഹിക്കണം. നിങ്ങളൊന്ന് പറ. ഹല്ലേലൂയ. കർത്താവേ എൻ്റെ കടഭാരം ഒന്ന് മാറ്റിത്തരണം. എൻ്റെ കടഭാരം ഒന്ന് മാറ്റിത്തരണം. ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ആർക്കും കടപ്പെട്ടിരിക്കാൻ പാടില്ല. നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞ് എൻ്റെ കൂടെ പറഞ്ഞ്, ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ടച്ച്. നിങ്ങൾ കൊടുക്കാനുള്ളവർ നിങ്ങൾക്ക് എതിർ പ്രാർത്ഥന പ്രാർത്ഥിച്ച് വെച്ചിരിക്കുന്ന കർത്താവ് എന്നെ കാണിക്കുക. അവർ പലയിടത്തും പോയി പൂജ ചെയ്യുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. പൊട്ടനായി ജീവിക്കരുതെന്ന് കർത്താവ് പറയുന്നു കേട്ടോ. പൊട്ടനാവരുത്. ഹല്ലേലൂയ. നിങ്ങൾ പൂജ ചെയ്തിട്ട് എന്ത് കഥയുള്ളത്? കഥയൊന്നുമില്ല, ചെയ്യാം. പക്ഷെ എന്നാലും എന്താ പറയുക, കൊടുക്കാനുള്ള ആ മനസ്സ് നിങ്ങൾ കാണിക്കണം. ഹല്ലേലൂയ പറഞ്ഞ്, യേശുവെ നന്ദി പറഞ്ഞ്, ഫയർ ഹോളി സ്പിരിറ്റ്.
മനസ്സ് കാണിക്കണമെന്ന് കർത്താവ് പറയുന്നു. അത് ഇപ്പോൾ തന്നെ ആ ഒരു ഉണർവ് നിങ്ങളുടെ മേൽ വരട്ടെ. കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഉണർവ് വരട്ടെ. നമ്മളെല്ലാം ശരിയായിരിക്കും, ചിലപ്പോൾ കൊടുക്കാൻ തോന്നത്തില്ല. നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല. ഹല്ലേലൂയ. നമുക്ക് ആ സാഹചര്യമാണ്, കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ കൊടുക്കാത്തത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ദൈവത്തോട് ക്ഷമ പറഞ്ഞ്, കർത്താവേ അത് എൻ്റെ അറിവില്ലായ്മയായിരുന്നു, കർത്താവേ എൻ്റെ അറിവില്ലായ്മയായിരുന്നു എനിക്ക് കൊടുക്കാൻ പറ്റാത്തത്. കർത്താവ് എൻ്റെ ഫിനാൻസ് മേഖല തുറന്നതിനായി നന്ദി പറഞ്ഞ്, യേശുവെ നന്ദി പറഞ്ഞ്. ഫയർ ഹോളി സ്പിരിറ്റ്, എൻ്റെ ഫിനാൻഷ്യൽ മേഖല തുറന്നു. ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസിനെ. നിങ്ങൾ കൊടുക്കത്തില്ല എന്നുള്ള മൈൻഡ് മാറ്റണം. കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ഈ ഫിനാൻസ് വാങ്ങിക്കുന്നവരെന്താണെന്നറിയോ, ഇവർ വെറുതെ അവരെ ഡിപ്രഷൻ ആക്കരുതെന്ന് കർത്താവ് പറയുന്നു. അങ്ങനെ ഒരു മേഖല കർത്താവ് അതിൻ്റെ മേലൊരു ജയം നിങ്ങൾക്ക് തരും കേട്ടോ. എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ ഫിനാൻഷ്യൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർ കൊടുക്കാനുള്ളവരെ കിടന്നിങ്ങനെ അവർക്ക് അനാവശ്യമായിട്ടുള്ള ഇങ്ങനെ ഭയങ്കര എതിരുകൾ അവർക്ക് കൊടുക്കുന്നു, ഡിപ്രഷൻ കൊടുക്കുന്നു. ഈ മേഖല കർത്താവ് ബ്രേക്ക് ചെയ്ത് കളയുന്നു യേശുവിൻ നാമത്തിൽ. അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്, നിങ്ങൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തേ. കൊടുക്കാൻ ഇപ്പോൾ ഫിനാൻസ് മേഖലകൾ കർത്താവ് എന്നെ കാണിക്കുകയാണ്. നിങ്ങളെ എങ്ങനെ ഡിപ്രഷൻ അടിപ്പിക്കുന്നു. അപ്പോൾ എനിക്കത് ഇന്ന് തന്നെ കിട്ടിയേ പറ്റൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ കൊടുക്കുന്നു. അത് പൈശാചിക മേഖലയാണ്. അവരുടെ ഡിപ്രഷൻ ഇവർക്കും കൂടെ ഈ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ നിന്ന് കടം മേടിച്ചു, ഓക്കെ, പക്ഷേ ഈ വ്യക്തികൾക്ക് ഒരിക്കലും ഡിപ്രഷൻ കൊടുക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതിൻ്റെ മേൽ നിങ്ങൾക്ക് ദൈവം ഇപ്പോൾ തന്നെ ഒരു ജയം തരും. ഹല്ലേലൂയ പറഞ്ഞ്, യേശുവെ നന്ദി പറഞ്ഞ്. അങ്ങനെ ഒരുപാട് പേര് ആ ഫിനാൻഷ്യൽ മേഖലയിൽ ഡിപ്രഷൻ അടിച്ചു നിൽക്കുന്നു. അയ്യോ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൈസ കൊടുക്കാനുള്ളവർ, നിങ്ങളിനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അധികാരമാണ് ദൈവം തരേണ്ടത്. ആ ഒരു മേഖല ഇപ്പോൾ തന്നെ ദൈവം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ അഭിഷേകം ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കും. യേശുവെ നന്ദി പറഞ്ഞേ. നിങ്ങളുടെ പുറകിലേക്ക് തിരിഞ്ഞ് നോക്കരുതെന്ന് കർത്താവ് വീണ്ടും പറയുന്നു. നിങ്ങളുടെ പുറകിലേക്ക് തിരിഞ്ഞ് നോക്കരുത്. അതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ദോഷികളെങ്കിലും ഓൾറെഡി നിങ്ങൾ ദോഷികൾ തന്നെയാണ്. വചനം പറയുന്നുണ്ടോ, നിങ്ങൾ ദോഷികളാണ്. നിങ്ങൾക്കത് പറയാനുള്ള മനസ്സുണ്ടായിരിക്കണം. ഫിനാൻസ് തുറക്കാത്ത വ്യക്തികളെടുത്താണ് ഞാനീ പറയുന്നത്. ദോഷികളാണ്, ദോഷം ചെയ്തിട്ടുണ്ട്, അതാ ഫിനാൻസ് അടഞ്ഞു പോയത്. എൻ്റെ ആയിരിക്കും, ചിലപ്പോൾ അത് എന്നെ കേട്ടുകൊണ്ടിരിക്കണം, നിൻ്റെ ആയിരിക്കും. എന്താ ഫിനാൻസ് അടഞ്ഞു പോയതിൻ്റെ കാരണം? ദോഷികളായതുകൊണ്ടാണ്. ആ ഒരു തിരിച്ചറിവ് നിനക്ക് വേണം. ദോഷം ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻസ് അടഞ്ഞു പോകുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ മകൻ എന്ന് ഉള്ള ഒരു അധികാരം ഉള്ളതുകൊണ്ട് ഞാനത് തുറന്നു തരിക. നമ്മളെല്ലാം ദൈവം എല്ലാം ക്ഷമിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് എല്ലാം ക്ഷമിക്കുന്നവരാ. നമുക്ക് ഇങ്ങനെ ഒരു യേശുവിനെ കിട്ടാൻ നമ്മൾ സത്യം പറഞ്ഞ പുണ്യം ചെയ്യണം. സത്യം ഞാൻ പറയാം, ഇങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യുക തന്നെ ചെയ്യണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു ദൈവത്തെ? ഓ ഹല്ലേലൂയ. വേറെ റേഞ്ച് താരമാ ദൈവം. ഹല്ലേലൂയ. വെറുതെ നിങ്ങൾ എൻ്റെ വേട് പിടിച്ചാൽ മതി, ഫിനാൻസ് തുറന്നു വരും. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. നിങ്ങൾ കൊടുക്കാനുള്ളവരുടെ കൊടുക്കുമെന്ന് കർത്താവ് പറയുന്നു. കൊടുക്കാനുള്ളവരുടെ കൊടുക്കും. ആമേൻ പറഞ്ഞേ. ഫിനാൻഷ്യൽ മേഖല തുറക്കും. തുറക്കും. ഫിനാൻഷ്യൽ മേഖലയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ എന്ത് ചെയ്യും ബ്രദർ, ഞാൻ എന്ത് ചെയ്യും ബ്രദർ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ.
എൻ്റെ ഫിനാൻഷ്യൽ മേഖല തുറന്നു. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ തുറന്നു കഴിഞ്ഞു. നന്ദി യേശു എന്ന് പറഞ്ഞ് നന്ദിയുള്ളവരാവണം കേട്ടോ. ഹല്ലേലൂയ, നന്ദിയുള്ളവരാവണം. അതാ എനിക്ക് പറയാനുള്ളത്. ദൈവം എല്ലാം ചെയ്യുമ്പോഴുണ്ടല്ലോ നന്ദിയുള്ള ഹൃദയമായിരിക്കണം. പകുതിക്ക് വെച്ച് മുങ്ങരുത്, അതാ കർത്താവ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, പകുതിക്ക് വെച്ച് മുങ്ങൽ. ആ ക്യാരക്ടർ നീ നിർത്തണം, കർത്താവ് പറയുന്നു. ദൈവം പരീക്ഷിക്കും നിന്നെയൊക്കെ. ദൈവം പരീക്ഷിക്കും, സാത്താനെ വിട്ടും പരീക്ഷിക്കും. ഓർത്തോ നീയൊക്കെ. അപ്പം നീ അയ്യോ സാത്താൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കുക, നീ തീർന്നെന്ന് നീ കൂട്ടിക്കോ. അതോടുകൂടി നീ കബറില്ല. ദൈവം നിനക്ക് നന്മയെല്ലാം ഒരു സമയത്ത് ഇപ്പം ഇനി നിനക്ക് തുറന്നു തരും. പക്ഷെ എന്നിട്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും നീ പിശാച് നിന്നെ ഭയപ്പെടുത്തും. പിശാച് നിന്നെ ഭയപ്പെടുത്തും. പിശാച് നിന്നെ വെറുതെ ഒന്ന് ഭയപ്പെടുത്തും, പേടിപ്പിക്കും. പിശാച് നിന്നെ പേടിപ്പിക്കും. അപ്പോൾ നീ എങ്ങനെ പേടിപ്പിക്കുന്ന അറിയോ? ചിലപ്പോൾ ഒരു പട്ടിയുടെ രൂപത്തിലായിരിക്കും നിന്നെ ഒന്ന് പേടിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നില്ലേ, എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഒന്ന് ഭയപ്പെടുത്തും. ചിലപ്പോൾ നിനക്ക് ജപ്തി ഇട്ടിട്ടായിരിക്കും നിന്നെ ഭയപ്പെടുത്തുന്നത്. ചിലപ്പോൾ നിനക്ക് രോഗങ്ങൾ കൊണ്ട് നിന്നെ ഭയപ്പെടുത്തും. അപ്പോൾ നീ യേശുവിനെ വിളിക്കാതെ, യേശുവിനെ നീ അറിഞ്ഞ വ്യക്തികളാ, നീ അറിഞ്ഞ വ്യക്തി തന്നെ, പക്ഷെ നീ യേശുവിനെ വിളിക്കാതെ വീണ്ടും നീ ആ ഭയപ്പെടുത്തിയവനെ പോയി കുമ്പിട്ട് കൈകൂപ്പി നീ തീർന്നെന്ന് നീ കൂട്ടിക്കോ. ഇനി നിനക്ക് അവസരം ഇല്ലെന്നാണ് കർത്താവ് പറയുന്നത്. യേശു എന്നോട് പറയാണ്, നിനക്ക് അവസരം ഇല്ല. പിതാവായ ദൈവം എന്നോട് പറയുക, നിനക്ക് അവസരം ഇല്ല. നിനക്ക് ഞാനൊരു പരീക്ഷണം തന്നിട്ട് നിനക്കതിൽ കയറാൻ പറ്റാത്ത നീ, ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത നീ, മോശ മിസ്രയീമിനെ കൊണ്ട് പോയ കഥ കർത്താവിനോട് പറയുന്നുണ്ട്. നീ അതിൽ കുടുങ്ങാൻ നീ ഇടവരുത്തരുത്. ദൈവത്തിനുണ്ടല്ലോ, ഞാൻ പറയുന്നില്ല അത്. ഹല്ലേലൂയ. കാരണം നിൻ്റെ ഊടായ്പ നിർത്തിക്കോണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ഊടായ്പ നിർത്തിക്കോണം. നിന്നെ ഭയപ്പെടുത്തുന്നവനെ നീ വീണ്ടും പോയി കുമ്പിടാനും, നീ യേശുവിനെ അറിഞ്ഞതും പിതാവിനെ അറിഞ്ഞതും ഫിനാൻഷ്യൽ മേഖലയെല്ലാം സെറ്റായി നിൽക്കുന്ന നീ ഉണ്ടല്ലോ, പിന്നെ നിൻ്റെ നാവിലും നിൻ്റെ അധരത്തിലെല്ലാം അധികാരം വരണ്ടേ. അധികാരം. ഹല്ലേലൂയ പറഞ്ഞേ, അധികാരം. യേശുവെ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. പിന്നെ നിനക്ക് അധികാരമാണ് നിൻ്റെ ലൈഫിൽ വെളിപ്പെട്ട് വരേണ്ടത്. അതാ കർത്താവ് പറയുന്നത്, അധികാരം വെളിപ്പെട്ട് വരണം. പിന്നെ നീ ചവിട്ടുന്ന സ്ഥലമെല്ലാം അധികാരത്തോടെ ആയിരിക്കണം. നിൻ്റെ ഉള്ളിലുള്ളത് കർത്താവായ യേശുവാണ് എന്ന് പറഞ്ഞാൽ ആ രക്തത്താൽ നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവെ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് ആ ഒരു ബോധ്യം നല്ല രീതിക്ക് വേണം. അതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ ദോഷികളെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്തായിരിക്കണം? നല്ല ദാനങ്ങൾ കൊടുക്കണം. നല്ല ദാനങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് നല്ല ദാനങ്ങൾ എത്രയധികം നൽകും. നല്ല ദാനങ്ങൾ എത്രയധികം നൽകും. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവെ നന്ദി പറഞ്ഞേ. അപ്പം നല്ല ദാനങ്ങൾ കൊടുക്കണം.
നല്ല വേർഡ് നീ പ്രൊഡ്യൂസ് ചെയ്യണം. എടാ, നിനക്ക് ഫിനാൻസ് തുറന്നു തന്നു, പക്ഷെ നീ വിചാരിക്കേണ്ടത് എന്താണെന്നറിയോ? നിനക്ക് ഒരു രോഗം വന്നാൽ മതി, നിൻ്റെ ബ്ലഡ് ചേഞ്ച് ആയില്ലെങ്കിലുണ്ടല്ലോ, യേശുവിൻ്റെ ബ്ലഡ് നീ യേശുവിനെ വിളിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിൻ്റെ പണമെല്ലാം എവിടെ പോകുന്നറിയോ? ഒറ്റ ഒരു ഓപ്പറേഷനിൽ എല്ലാം പോകും. നീ ഒരു വ്യക്തിയെ തള്ളിക്കളഞ്ഞാലുണ്ടല്ലോ, നിൻ്റെ ചർച്ചിൽ വരുന്ന ഒരു വ്യക്തി ഏത് പാപിയാണെങ്കിലും എത്ര അലമ്പുള്ള വ്യക്തിയാണെങ്കിലും നിൻ്റെ ചർച്ചിൽ വരുന്ന വ്യക്തിയെ നീ തള്ളിക്കളഞ്ഞാലുണ്ടല്ലോ, നീ ഓർത്തോ, നിനക്കൊരു ഓപ്പറേഷൻ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിനക്ക് ഫിനാൻഷ്യൽ മേഖല ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, എല്ലാവരും നിനക്ക് തരുമായിരിക്കും, പൈസയൊക്കെ നിനക്ക് തരുമായിരിക്കും, നീ ദൈവദാസനും വേണമെങ്കിലായിരിക്കാം, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവനും ആയിരിക്കാം. പക്ഷെ നിനക്ക് വേണ്ടി ഒരു ഓപ്പറേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ദൈവം ഉണ്ടല്ലോ, ഒരാട് തെറ്റിപ്പോയപ്പോൾ ആ ആടിനെ തേടിപ്പോയതാണ് എൻ്റെ കർത്താവ്. മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി നിൻ്റെ ചർച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നീ വിചാരിക്കുകയാണ് എൻ്റെ ആടുകളെ പിടിക്കാൻ വേണ്ടി വരുന്നതാണ്. നീ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ്, നീ പൂർണ്ണനല്ല, അതാ അതിൻ്റെ അർത്ഥം. നീ ഉണർവല്ല. നിനക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കേട്ട് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നുണ പറയുന്നത് കേട്ട് നീ വിശ്വസിച്ചു, കണ്ട എന്താ പറയുക, ഒന്നിനും കൊള്ളില്ലാത്ത കുറേ സ്ത്രീകൾ നിൻ്റെ ചർച്ചിൽ കിടന്നിട്ട് വിളയാടുന്നുണ്ട്. പൈശാചിക സ്പിരിറ്റാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ തീർന്നു പൊയ്ക്കൊണ്ടിരിക്കുക. മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിനെ കാണിക്കുന്നുണ്ട് പല സ്ത്രീകൾ. ഈ സ്ത്രീകളൊന്നും ഉണർവല്ല, ഇങ്ങോട്ട് പോരട്ടെ, തൂമ്പയുടെ സ്വഭാവമാണ്. എന്നാൽ ഒരു വ്യക്തി ഒരു ഉണർവുമായിട്ട് ആ ചർച്ചിൽ വരുമ്പോൾ അവരെ ഉണ്ടല്ലോ, ഈ പൈശാചിക സ്പിരിറ്റ് ഒരിക്കലും അവരെ കയറ്റാൻ ഇവർ തയ്യാറാവത്തില്ല. കുറേ അമ്മച്ചിമാരുണ്ട്, കുറേ അമ്മായിമാരും ഉണ്ട്. അഭിഷക്തന്മാരോട് കർത്താവിനോട് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങണം. പുതുതായിട്ട് ലഹരിക്കടിമയായിട്ടുള്ളവരെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താം. കർത്താവിനോട് പറയുകയാണ്, അനേക പേരെ നിങ്ങൾ ചേർത്ത് നിർത്തണം, ദോഷികളെ നിങ്ങൾ ചേർത്ത് നിർത്തണം. ഇതാണ് അഭിഷേകത്തിൻ്റെ പവർ. അവിടെ ദൈവം നിനക്ക് എക്സ്ട്രാ ഓർഡിനറി പവർ തരുമെന്ന് കർത്താവ് പറയുന്നു. എക്സ്ട്രാ ഓർഡിനറി. അല്ലാത്തവർക്ക് നിങ്ങൾ എത്ര വലിയ സഭ ഇട്ടെന്ന് പറഞ്ഞാലും എന്താണെന്നറിയോ, ദൈവം നിനക്ക് ഒരു ഓപ്പറേഷൻ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കർത്താവിനോട് പറയുന്നത്. കർത്താവിനോട് അങ്ങനെ തന്നെ പറയുന്നു. അതിന് നീ എന്ത് ചെയ്യണം? ദൈവത്തോട് ക്ഷമ പറയുക. എടാ, നിൻ്റെ മൈൻഡ് അല്ല ദൈവത്തിന്, നിൻ്റെ മൈൻഡൊന്നും അല്ല ദൈവത്തിന്. അതാ നീ മനസ്സിലാക്കണ്ടേ. തള്ളിക്കളയുന്ന ദൈവം അല്ല. ദൈവം ആരെ തള്ളിക്കളയത്തേ ഇല്ല. ഈ കുറ്റം വിധിക്കുന്നവർക്ക് ഞാൻ സീരിയസ്ലി പറയുകയാണ്, ഓപ്പറേഷനാണ്. കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? കുറ്റം വിധിക്കുന്ന വ്യക്തികൾ
ഈ വാക്ക് നീ ഓർത്തു വെച്ചോ. നിനക്ക് വേണ്ടി ദൈവം കത്തി ഒരുക്കിക്കൊണ്ടിരിക്കുക. നിന്റെ ക്യാഷ് എല്ലാം പോവും. നിന്റെ കൈ എന്താ, നിന്റെ കൈ എന്തിനാ ഉപയോഗിക്കേണ്ടതെന്നറിയോ? ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്താനാ നിന്റെ കൈ. നിന്റെ മൈൻഡ് ചേർത്ത് നിർത്തുന്ന കരമായിരിക്കണം നിന്റെ. അത് ദൈവത്തിൻ്റെ കരമാണ്. ഇതാ എന്നോട് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നീ ഒരിക്കലും ഉണർവാവത്തില്ല. നീ എന്നും 2, 3, 10 വർഷവും പിള്ളേർ കർത്താവിന് വേണ്ടി വേല ചെയ്യാവുന്ന പിള്ളേരെ നിന്റെ ചർച്ചിൽ പിടിച്ചു കെട്ടി വെച്ചിരിക്കുക. എന്നിട്ട് നീ മാത്രം കിടന്ന് തകർത്തുകൊണ്ടിരിക്കുന്നു. നീ മാത്രം എന്താ പറയുക, അവർക്കൊരു അവസരം കൊടുക്കത്തില്ല. നീ ഉണർവാവത്തില്ല. ദൈവം അതെല്ലാം നോക്കും. അത് നിന്റെ വയറ്റിൽ വിച്ച് കൈവശം ഉള്ളതുകൊണ്ടാണ് നിനക്ക് അടുത്ത പടിയിൽ ചിന്തിക്കാൻ പറ്റാത്തത്. നീ ചിന്തിക്കേണ്ടത് നിന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും കൂടെ ഉണർവാക്കാൻ നോക്കണം. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവേ നന്ദി പറഞ്ഞേ. അപ്പോൾ ദൈവം നിനക്ക് എന്ത് ചെയ്യുന്നറിയോ? പുതിയ ആടുകളെ തരും. ദൈവം നിന്റെ ചർച്ചിൽ ആടുകളെ കയറ്റുന്നേ. നീ കുറെ ഉപവസിച്ചുകൊണ്ടോ സത്യമായിട്ട് ഒരു കഥയില്ല. എടാ, നീ യൂത്ത് കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കടാ. മൊട്ടത്തലയാ. ഇപ്പോൾ ഉള്ള കുട്ടികളെല്ലാം ഭയങ്കര പവർഫുൾ അഭിഷേകമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ദൈവം അവരെ ഉപയോഗിക്കട്ടെ. കുറേ ബ്രദർമാർ ദൈവം എന്നെ കാണിക്കുക. ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രദർമാർ അവർ ദൈവത്തോട് പറയുക, കർത്താവേ എന്നാണാവോ എൻ്റെ ആവശ്യത്തിൻ്റെ കണ്ണ് മൈൻഡ് ഒന്ന് തുറക്കുന്നത്, ഹൃദയം എന്നാ കർത്താവെ തുറക്കുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. അവർക്ക് അവസരങ്ങളില്ല. അനേക പെൺമക്കൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് പറഞ്ഞ് ഒരു പാസ്റ്ററിന് അടിയിൽ പോയി കിടക്കുവാണ്. എന്നാൽ ആ പാസ്റ്റർ അല്ലെങ്കിൽ ആ അഭിഷേകത്തിന് അവസരങ്ങൾ കൊടുക്കണ്ടേ? ദൈവം നിന്റെ ചെവിക്കല്ലടിച്ച് പൊളിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ചെവിക്കല്ലടിച്ച് നിന്റെ ചെവിക്കകത്തോടെ ഇങ്ങനെ ചോര ഒലിക്കുന്ന കർത്താവ് കാണിക്കുന്നു. ഈ ദൂതൻ്റെ അടി ഡയറക്റ്റ് നിനക്കിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഈ ദിവസത്തിൽ നിനക്കിട്ട് കിട്ടും. കാരണം ഞാൻ പറയുന്നത് നിന്റെ ചെവിയിൽ ഇങ്ങനെ നുള്ളിയിട്ടോ. കാരണം നീ ചെയ്യാനുള്ളതെല്ലാം ചെയ്തേക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും നിനക്ക് മാത്രമുള്ളതല്ല. എടാ, ഈ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. നീ ആരെ വിധിക്കാനും നീ മറ്റുള്ളവരെയും കൂടെ ഉണർവാക്കാനാണ് നീ നോക്കേണ്ടതാണ് എന്നോട് കർത്താവ് പറയുന്നത്. ഇതെന്നോട് ദൈവം നിന്നോട് പറയുക, നിങ്ങളോട് ഇത് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ കർത്താവ് ഇത് വീണ്ടും നീ ഇങ്ങനെ തുടരാനാണ് നിന്റെ ഭാവം, ഇത് എൻ്റെ വാക്ക് വിശ്വസിക്കാതെ നീ തുടരാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ ചർച്ചിലായിരിക്കും അടുത്ത ദൈവം വീഡിയോ ഇട്ടിക്കുന്നതെന്ന് കർത്താവ് പറയുന്നു. നീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നടുവിൽ ഇങ്ങനെ ഒരു ഇടിയങ്ങ് വെട്ടിപ്പോവും. ഇങ്ങനെ കീറിപ്പോകുന്ന കർത്താവ് എന്നെ കാണിക്കുന്നു. നീ ഏതെങ്കിലും ഒരുത്തനെ വിധിക്കുവോ? ഹല്ലേലൂയ. അത് തന്നെ കർത്താവിനോട് പറഞ്ഞത് എന്താണെന്ന് പറയുക, ഞാനത് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ്ലി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്ക് വേണമെങ്കിലും ചർച്ചിൽ വരാൻ സ്വാതന്ത്ര്യമുണ്ട്. യേശു മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവെ നന്ദി പറഞ്ഞേ. കണ്ട പെണ്ണുങ്ങളുടെ വാക്കും കേട്ട്
പിശാചിൻ്റെ വാക്കും കേട്ട് നീ ജീവിച്ചാൽ നീ തീർന്നു. വെറുതെ നീ മരണം ഏറ്റുവാങ്ങാൻ നിൽക്കരുത്. അത് കർത്താവിനോട് പറയുമോ? മരണം ഏറ്റുവാങ്ങാൻ നീ 2026 നീ മരണം ഏറ്റുവാങ്ങാൻ നിൽക്കരുത്. കാരണം നീ ഇപ്പോൾ നിൽക്കുന്നത് പകുതി ജീവനായിട്ടാണ്. കർത്താവ് എന്നെ കാണിക്കുക, ഒരു പകുതി ജീവനായിട്ട് നിൽക്കുന്ന ഒരു അഭിഷക്തന്മാരെ കർത്താവ് എന്നെ കാണിക്കുന്നു. അഭിഷക്തം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നീ പൂർണ്ണനായി മാറണം. നീ യേശുവിനെ പോലെ പൂർണ്ണനായിട്ട് പിന്നെ നീ പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്യേണ്ടത്. പിതാവിൻ്റെ ഇഷ്ടത്തിലേക്ക് വരുമ്പോഴാണ് നിൻ്റെ കടഭാരവും നിൻ്റെ ഫിനാൻസിൻ്റെ മേഖലയെല്ലാം, അതുപോലെ തന്നെ നീ വിശ്വാസികളുടെ ഇന്ന് ഈ കടം മേടിച്ച് വെച്ചിരിക്കുന്നത് അത് നീ കൊടുക്കാൻ പറ്റണം. നിനക്ക് കൊടുത്തേ പറ്റൂ. കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട് ഒരുപാട് പേര് കിടന്ന് കരയുന്നത്. കടമായിട്ട് താ അമ്മാമ്മയെന്നും പറഞ്ഞ് മേടിക്കും, കടമായിട്ട് താ ബ്രദർ, എന്നിട്ട് തിരിച്ചു കൊടുക്കുമോ? എന്നിട്ട് പേര് ദേവദാസനെന്നോ. എടാ നീ കുറേച്ചെങ്കിലും കൊടുത്ത് തീർക്ക്. കർത്താവിനോട് പറയുക. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ച് പ്രെയർ ചെയ്തിട്ട് അപ്പോൾ അവർക്ക് വണ്ടിക്കൂലി കൊടുക്കും. ഓരോ വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് വിളിക്കും, അവർക്ക് പൈസ അവരെന്താ മൂത്രം ഒഴിച്ചിട്ട് വരുമോ? വണ്ടി കൊണ്ട് വരുമ്പോൾ വെള്ളം കോരി ഒഴിച്ചാൽ വണ്ടി ഓടുമോ? എന്നിട്ട് അവർക്ക് ഫൈനാൻസ് കൊടുത്തിട്ട് പിന്നെ അവർക്കെതിരെ അവർക്കില്ലാത്ത പരാതികളില്ല. ഇവരെന്തുകൊണ്ടാണ് ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്? ആ അഭിഷക്തൻ്റെ പ്രൊഫറ്റിക്കലാണ്. ആ അഭിഷക്തൻ എല്ലാ പ്രശ്നങ്ങളും കറക്റ്റായി അവരുടെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന പ്രശ്നങ്ങൾ നിൻ്റെ കുടുംബത്തിലുണ്ട്. ആ പ്രശ്നങ്ങളും അതേപോലെ ഈ ലോകത്ത് ഇത്ര അഭിഷക്തന്മാരുണ്ട്. അത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രൊഫറ്റിക്കലിൽ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരതെല്ലാം വിശ്വസിച്ച് അവർ വണ്ടിക്കൂലി കൊടുക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് ഭക്ഷണം കഴിക്കണം. അഭിഷക്തന്മാർ പിന്നെ ചുമ്മാ ഉള്ളതാണോ? എന്നിട്ട് ആ പൈസ കൊടുത്തിട്ട് പിന്നെ ഇവർക്ക് ആ പൈസ മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അവരെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുവാണ്. കൊടുത്തിട്ട് പിന്നെയും പറയുന്ന കുറേ വിശ്വാസികളെ ഞാൻ കണ്ടു. കുറേ അഭിഷക്തന്മാർ വിഷമിച്ചിരിക്കുന്നു. ഇവർക്കുള്ള ശിക്ഷ എന്താണെന്നറിയോ? ഇങ്ങനെ പറയുന്നവരുടെ ശിക്ഷ പകുതി ഇവരുടെ ദൈവം ഇട്ടിരിക്കുന്ന ആയുസ് ഇവർക്ക് പകുതിയാക്കും. ഇവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ ദൈവദാസന്മാർക്ക് കൊടുത്തിട്ട് വീണ്ടും എന്താ പറയുക, വായ്പ കൊടുക്കുന്ന കഥയല്ല ഞാൻ പറഞ്ഞേ. നിങ്ങൾ കൊടുത്തിട്ട് വണ്ടിക്കൂലി ആയിരിക്കും കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ആ സ്നേഹത്തോണ്ട് ചിലപ്പോൾ എന്താ പറയുക 10,000-5,000 നിങ്ങൾ എക്സ്ട്രാ കൊടുത്തുന്നിരിക്കട്ടെ. നിങ്ങൾ കൊടുക്കുന്നത് ആ ദൈവദാസനല്ല കൊടുക്കുന്നത്, നിങ്ങൾ കൊടുക്കുന്നത് ദൈവത്തിനാണ് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ആ ദൈവത്തിൻ്റെ വേല ചെയ്ത് ആ ദൈവത്തിന് കൊടുത്തിട്ട് നിങ്ങൾ വീണ്ടും മറുവാക്കായിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ന്യൂസ് ചാനലിൽ കയറി ഇങ്ങനെ വിളമ്പിത്തരം കാണിക്കുന്നില്ലേ? ഈ വിളമ്പിത്തരം നിങ്ങൾ പറയുന്നതിന് ദൈവം നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പകുതി ആയുസ്, കാരണം നിങ്ങൾ ചത്ത് ജീവിക്കുക. ഒരു ചാവാലിപ്പട്ടി ഇങ്ങനെ എന്താ പറയുക, പകുതി തളർന്നിട്ട് ഇങ്ങനെ ഇഴഞ്ഞ് പോകുന്ന കണ്ടിട്ടുണ്ടോ? വണ്ടി കയറിയിട്ട്. ഈ ജീവിതമാണ് നിനക്കൊക്കെ. ദൈവം എന്നെ കാണിക്കുക, നീ ഇഴഞ്ഞു പോകുന്നത് കർത്താവ് കാണിക്കുന്നു. നിന്റെ ആയുസ് ഒരു 2 മാസം അത്രേ ഉള്ളൂ. അതിന് സപ്പോർട്ട് നിൽക്കുന്ന കുറേ ആളുകളുമുണ്ട്. ഇവർ ആ സെയിം അവസ്ഥയായിരിക്കും. എന്ന് പറഞ്ഞാൽ നീ വിചാരിച്ചോ, പരിശുദ്ധാത്മാവിനെ നീ വേദനിച്ചിട്ട് നീ തീർന്നു. നീ പകുതി ചത്ത ശരീരമാണ് നിൻ്റെ. നിനക്ക് ഒരിക്കലും കയറാൻ പറ്റത്തില്ല. നീ 100 അല്ല
500 ദിവസം ഉപവസിച്ചെന്ന് പറഞ്ഞാലും ഈ ലോകത്തിലുള്ള ദൈവദാസന്മാർ മുഴുവൻ നിന്റെ തലേ കൈവച്ചാലും നിനക്കൊരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല. നീ പകുതി മരിച്ച വ്യക്തിയാന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ദൈവത്തിന് നിന്നിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇത് കർത്താവിനോട്, ഇത് ഞാൻ ഫിനാൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു, പക്ഷേ കർത്താവിനോട് പറയുകയാണ്, ഓ പരിശുദ്ധാത്മാവിനെ നീ വേദനിപ്പിച്ചാൽ നിന്റെ ജീവിതം അധോഗതിയോ. ഒരു വണ്ടി കയറി പകുതി വണ്ടി കയറിപ്പോയ ഒരു പട്ടിയുടെ അവസ്ഥയാണ് നീ. 2 കൈ കുത്തി നീ നടക്കേണ്ടി വരും, കാലുണ്ടാവത്തില്ല, അരയ്ക്ക് താഴ്ത്തി, നീ ചാവത്തില്ല, നീ പെട്ടെന്നൊന്നും നീ ചാവത്തില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നു. നീ കൈ കുത്തി ഇങ്ങനെ നടക്കും. ഓ സീരിയസ്ലി കർത്താവിനോട് പറയുക, നീ അതമ്പതിച്ചു. നീ ഫയർ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് ഒത്തിരി വേദനയുണ്ട്. ഇതിൻ്റെ പുറകെ ഒരു തെളിവുമില്ലാണ്ട് ഇതിൻ്റെ പുറകെ കിടന്ന് കളിക്കുന്ന പത്രക്കാരോട് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു. നീ തീർന്നു. ഓ നീ തീർന്നെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നീ പിന്നെ ഇല്ല. നിന്റെ കഴുത്തിന് മേളിൽ തലയില്ലെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക. നീ അനാവശ്യമായിട്ട് ഒരു തെളിവുമില്ലാതെ ഒരാളെ വെറുതെ വിധിച്ച് നിനക്കുള്ള ശിക്ഷ ദൈവം വെച്ചിരിക്കുന്നുണ്ടല്ലോ. നിനക്ക് ദൈവം അവസരം തരുന്നുണ്ട്. മാനസാന്തരപ്പെടുക, നീ പുതുതായി ജനിക്കുക. നിനക്ക് ഒരു ക്ഷമ ദൈവം തന്നിട്ടുണ്ട്. ഒന്ന് നിന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു ദൈവനോട്. നീ അനാവശ്യമായിട്ട് തെളിവില്ലാതെ നീ ഒരു കാരണവശാലും കണ്ട തള്ളമാർ അമ്മച്ചിമാർ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്നും പറഞ്ഞ് നീ വിധിക്കാൻ നിൽക്കരുതെന്ന് കർത്താവിനോട് പറയുന്നു. എന്നെ പത്രക്കാർ കാണുന്നുണ്ട്, എനിക്കറിയാം. ഹല്ലേലൂയ. നിങ്ങൾ ഉണർവാവണ്ടേ. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങളാണ്, നിങ്ങൾ നല്ല വാർത്തകളാണ് ഇടേണ്ടത്. നിങ്ങൾക്ക് തെളിവില്ലാതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വാർത്തയിടാൻ പാടില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പിള്ളേരെ നിങ്ങൾ നശിപ്പിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നീ കുട്ടികളെ അനാവശ്യമായിട്ട് വാർത്തകൾ വിട്ട് നശിപ്പിച്ച നിൻ്റെ മക്കളെ ദൈവം നിന്നെ ഒരു ചൂല ആ ഹാർട്ടിൽ കുത്തിക്കയറ്റുന്നെന്ന് കർത്താവ് പറയുന്നു. ഈ കുട്ടികളെ ഉണ്ടല്ലോ, പിള്ളേരെ നീ ഇങ്ങനെ കാണിക്കുന്നില്ലേ, നാണം കെടുത്തുന്നില്ലേ, നിൻ്റെ മക്കൾക്കിട്ട് ഇത് തന്നെ വെച്ചിട്ടുണ്ട്. ദൈവനോട് പറയുക, നീ വിധിച്ചാൽ നിൻ്റെ മക്കൾക്കിട്ട് വിധിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കത്തില്ല, അടുത്ത രാജ്യത്ത് ദൈവം കൊണ്ടിടും. മരുഭൂമിയിൽ കൊണ്ടിട്ടിട്ട് അതിന് പ്രതികാരം ചെയ്യും. എന്നിട്ട് അവിടെ കിടന്ന് നിൻ്റെ അടുത്ത് കരയും നിൻ്റെ മക്കൾ. ഈ ശിക്ഷ നീ കിട്ടുമെന്ന് നീ ഓർത്തോ. അതുകൊണ്ട് നീ ദൈവത്തോട് ക്ഷമ പറയുക. കാരണം നീ കളിക്കുന്നത് വെറും ഒരു ആളുകളുടെ അടുത്ത്, അല്ലെ വെറും ഒരു അഭിഷേകത്തിൻ്റെ അടുത്തുനിന്നോ വെറും ഒരു ആളിൻ്റെ അടുത്ത് നീ കളിക്കുന്നതെന്ന് നീ വിചാരിക്കാനേ പാടില്ല. അല്ലെങ്കിൽ അവരുടെ കൂടെ പട്ടി എഴയുന്ന പോലെ, വണ്ടി കയറിയ പട്ടി എഴയുന്നത് പോലെ നീയും എഴയേണ്ടതായിട്ട് വരും. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു. നിന്നോടത് പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. വിശ്വാസികൾ ഈ ശിക്ഷ കൊടുക്കും. ശിക്ഷ തീരുമാനിക്കുന്നത് ഞാൻ പറയുന്ന പോലെ അത് ദൈവം ആ ശിക്ഷ തീരുമാനിക്കുന്നത്. എനിക്ക് ഫിനാൻഷ്യൽ മേഖല നിങ്ങൾക്ക് തുറക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ രോഗങ്ങൾ സൗഖ്യമാകുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ആത്മീയ മണ്ഡലം തുറക്കുമെന്നുണ്ടെങ്കിൽ ശിക്ഷ വിധിക്കാൻ എൻ്റെ വീട് മതി. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ വാക്കുകൾ എല്ലാം
ഈ നിമിഷം എന്നെ കേട്ട് കഴിഞ്ഞിട്ട് ഈ നിമിഷം മുതൽ നിങ്ങൾ സൂക്ഷിച്ച് വേണം കൈകാര്യങ്ങൾ ചെയ്യാൻ. കാരണം ദൈവം ഇനി അങ്ങോട്ട് അടങ്ങിയിരിക്കത്തില്ല. ഓർമ്മ വേണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. സ്പോട്ട് ഔട്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ഇന്ന് ഞാൻ കുറച്ച് വിഷയത്തിന് വേണ്ടി കർത്താവ് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറച്ച് വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. അതാണ് മത്തായിയുടെ സുവിശേഷം 7:11 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദോഷികളെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് നല്ല ദാനങ്ങൾ എത്രയധികം നൽകും. നല്ല ദാനങ്ങൾ എത്രയധികം നൽകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. റിംഖാതലാക്ക സംഠേനിയ റെംഠോൽ അഗദൂരക സംഠേനിയ. ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ ഹീലാവട്ടെ. ഫയർ ഹോളി സ്പിരിറ്റ്. ഫിനാൻഷ്യൽ മേഖലകൾ തുറക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എസ്കേലിൻ്റെ പുസ്തകത്തിൻ്റെ 34:26 നിങ്ങൾ വായിക്കണം. ഫിനാൻഷ്യൽ മേഖലയെ പറ്റി അതിനകത്ത് വചനമുണ്ട്, നിങ്ങളെടുത്ത് വായിക്കണം. അതുപോലെ തന്നെ സങ്കീർത്തനം 118:5 നിങ്ങളെടുത്ത് വായിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. അതുപോലെ സങ്കീർത്തനം 103:5 എടുത്ത് വായിക്കണം. ഹല്ലേലൂയ. ഫിനാൻഷ്യൽ മേഖലയെ പറ്റിയാണ് കർത്താവ് പറയുന്നത്. നിങ്ങളടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മേഖല തുറന്നു തരും. ഹല്ലേലൂയ. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ കർത്താവ് പറയുന്നുണ്ട്. സദൃശവാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ 11:24 പറയുന്നു, ഒരുവൻ വാരി വിതറിയിട്ടും അയാൾക്ക് സമൃദ്ധി ഉണ്ടാകുന്നു. ഒരുവൻ വാരി വിതറുകയാണ്, അയാൾക്ക് സമൃദ്ധി ഉണ്ടാകുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഒരുവൻ വാരി വിതറിയിട്ട് അയാൾക്ക് സമൃദ്ധി ഉണ്ടാകുന്നു. മറ്റൊരുവൻ അന്യായമായി പിടിച്ചു വച്ചിട്ടും ദാരിദ്ര്യത്തിലെത്തുന്നു. അന്യായമായത് പിടിച്ചു വച്ചാൽ നിൻ്റെ കാര്യം അധോഗതിയാണ്, പട്ടപ്പൂജയായി പോകും. അന്യായമായി പിടിച്ചു വയ്ക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ. റിംഖാതരാക്ക സംഠേനിയ റിഖാദുരിക സംഠേലിയ മിറാക്കാസി ക്രൈൻഠേലിയ റന്ധൂരിക സംഠേനിയ. ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ. ലിഖാദുരിക സംഠേനിയ റംധൂലിയ കസംഠേലിയ യുഖാതരാക്ക സംഠേനിയ റിഖാദുരിക സംഠേലിയ മൊറോധൂലിയ ഹസംഠേനിയ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. അതുപോലെ ഫിലിപ്പിയർ 4:19 കർത്താവ് പറയുന്നത് ഇങ്ങനെ പറയുന്നു. നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്നെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ സമ്പൂർണ്ണമായി തീർത്തു തരും. ആമേൻ പറഞ്ഞേ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ സമ്പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ഫയർ ഹോളി സ്പിരിറ്റ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിനോട് കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് പുതിയ ഫിനാൻസ് മേഖല തുറന്നു തരും. ആമേൻ പറഞ്ഞേ. പുതിയ ഫിനാൻഷ്യൽ മേഖല. നിങ്ങൾക്ക് ഇതുവരെ തുറന്ന ഫിനാൻഷ്യലല്ല, പുതിയത്. ഹല്ലേലൂയ പറഞ്ഞേ. പുതിയ ഫിനാൻഷ്യൽ മേഖല തുറന്നു തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹീൽ ജീസസ് നെയിം. ഹല്ലേലൂയ. ലിയാറാം തേനിയ കസം തേനിയ മൊറാഖസി ക്രൈൻ ടേല ബറാം തൂനിയ രേഖാദുരിക സം ടേല റാം തൂരിയ റഗാസി ക്രൈൻ ടേലബ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. കടഭാരങ്ങൾ മാറാൻ ഞാൻ പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലഖാതരാബ ലബറൂസിയ. അപ്പോസ്തല പ്രവൃത്തികളാണ് 20:35 എടുത്ത് നിങ്ങൾ വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികളും 20:35. യോഹന്നാൻ 6:1-13 എടുത്ത് വായിക്കണം.
യോഹന്നാൻ. അതുപോലെ തന്നെ കൊരിന്ത്യർ 2 കൊരിന്ത്യർ 8:19 എടുത്ത് വായിക്കണം. കടഭാരങ്ങൾ മാറ്റുന്ന വചനമാണ്. ഈ വചനങ്ങളെല്ലാം റിലീസാവും നിങ്ങളുടെ ലൈഫിൽ. കടഭാരങ്ങൾ മാറും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 20:35 ഇങ്ങനെ പറയുന്നു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ഹല്ലേലൂയ പറഞ്ഞേ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നുള്ള കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ ഓർത്തുകൊള്ളുക. യേശുവിൻ്റെ വാക്കാണ് നീ ഓർക്കേണ്ടത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. കൊടുക്കുന്നതാണ് ഭാഗ്യം. ഓ ഹല്ലേലൂയ. കൊടുക്കുവാനുള്ള മനസ്സുണ്ടായിരിക്കണമെന്ന് അതാ യേശു പറഞ്ഞത്. ഹല്ലേലൂയ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നുള്ള കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 6:17 പറയുന്നു, നമുക്ക് അനുഭവിപ്പാൻ ആവശ്യമായതെല്ലാം ധാരാളമായി തരുന്ന ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കണമെന്ന് നീ ആജ്ഞാപിക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവിപ്പാൻ ആവശ്യമായതെല്ലാം, നമുക്ക് ആവശ്യമായതെല്ലാം ധാരാളമായി തരുന്ന ആളാണ്. ധാരാളമായി തരുന്ന ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കണമെന്ന്, ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കണം. ഫിനാൻസ് തുറക്കാൻ അപ്പുറത്തെ അമ്പലത്തിൽ പോലല്ല നീ ചെയ്യേണ്ടത്. ഞാൻ കാണുന്നുണ്ട് നിൻ്റെ നമ്പർ എൻ്റെ അടുത്ത് ഇറക്കാൻ പറ്റൂല കേട്ടോ. ഹല്ലേലൂയ. ഫിനാൻസിന് വേണ്ടി നീ അപ്പുറത്തെ അമ്പലത്തിലേക്ക് ഓടും, ഒരു പിശാചിൻ്റെ അടുത്ത് പോയി കുമ്പിടും. നോ. നീ വചനത്തിൽ വിശ്വസിക്കണം, അഭിഷേകത്തിലാണ് നീ വിശ്വസിക്കേണ്ടത്. അപ്പോഴേ നിനക്ക് സമൃദ്ധിയായിട്ട് തരത്തുള്ളൂ. നീ ക്രിസ്തുവിൽ പൂർണ്ണനാകുമ്പോൾ നിനക്ക് സമൃദ്ധി ഉണ്ടാവും. അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ക്രിസ്തുവിൽ പൂർണ്ണനാവണം. ഓ ഹല്ലേലൂയ. ഇതെന്നോടാ പറയുന്നത്. ഒന്ന് പറഞ്ഞാൽ ഹാർട്ട് കൈ വെച്ചിട്ട് പറഞ്ഞേ, ഇതെന്നോടാ പറയുന്നത്. ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണനാവണം. എന്നാലേ നിനക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹം വരത്തുള്ളൂ. എന്നാലേ നിനക്ക് ഇയ്യോബിൻ്റെ അനുഗ്രഹം വരത്തുള്ളൂ. കഴുതേ, പൊട്ടനായിട്ടിരിക്കരുത് കേട്ടോ. ഇയ്യോബ് അപ്പച്ചൻ എന്താ ചെയ്തേ? സഹോദരന്മാർക്ക് വേണ്ടി പ്രെയർ ചെയ്തു, തള്ളിക്കളഞ്ഞില്ല. അവരെയും കൂടെ അനുഗ്രഹിക്കാനുള്ള മനസ്സ് നിനക്ക് വേണം. അതാ ഉണർവ്. യേശുവെ നന്ദി പറഞ്ഞു വേണം ഇതെല്ലാം കേൾക്കാൻ. കേട്ടല്ലോ. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നാലേ നിനക്ക് സമൃദ്ധി ഉണ്ടാവും. വെറുതെ പൊട്ടനാവരുത്. ഹല്ലേലൂയ. പൊട്ടിയും പൊട്ടനുമായിട്ട് ജീവിക്കരുത്. ക്രിസ്തുവിൽ നീ പൂർണ്ണനാവാൻ പറ്റണം നിനക്ക്. എന്നിട്ട് പിതാവിൻ്റെ ഇഷ്ടം നീ ചെയ്യുമ്പോഴാണ് നിനക്ക് സമൃദ്ധി വരത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. നമുക്ക് അനുഭവിപ്പാൻ ആവശ്യമായതെല്ലാം ധാരാളമായി തരുന്ന ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കണമെന്ന് നീ ആജ്ഞാപിക്കണം. എന്ന് പറഞ്ഞാൽ ധാരാളമായി തരുന്ന ദൈവത്തിൽ തന്നെ. അപ്പം നിൻ്റെ ഈ ധാരാളമായി കിട്ടിയാൽ നിൻ്റെ കടഭാരം മാറും. നിനക്ക് എല്ലാവരെയും പത്രോസിൻ്റെ വല നിറച്ചതുപോലെ മറ്റുള്ളവരുടെ വലയും കൂടെ നിനക്ക് നിറയ്ക്കാൻ പറ്റും. ഫിനാൻസ് തുറക്കുമ്പോൾ ഇതിന് ഏറ്റവും ഫസ്റ്റ് കർത്താവ് പറഞ്ഞാണ്, ഫിനാൻസ് തുറക്കുമ്പോൾ ഉണ്ടല്ലോ, നീ കൂടുതൽ നിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി നീ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റണം. ദൈവവേലയ്ക്ക് വേണ്ടി നീ കൊടുക്കണം. കൊടുക്കൂ, നീ കൊടുക്കണം. നീ ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞ് ഫയർ ഹോളി സ്പിരിറ്റ്. കൊടുക്കണം. നീ നിൻ്റെ ആവശ്യത്തിന് എടുത്തിട്ട് നീ ബാക്കിയെല്ലാം എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. നീ മാറ്റി വയ്ക്കണം ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിൻ്റെ സാമ്പത്തിക മേഖല തുറന്നു. നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫിനാൻസിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഷെയർ ചെയ്യണം കേട്ടോ.
എന്താ അവർക്ക് തുറന്ന് നിനക്ക് വേദനിക്കുമോ? അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് സാത്താനാ. അത് നീ മാറ്റണം. അവർക്കും തുറക്കട്ടെ, അവർ ഫിനാൻസിനെ പറ്റി പഠിക്കട്ടെ. എങ്ങനെയാണ് ഫിനാൻസ് തുറക്കുന്നത്? ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. അതുപോലെ തന്നെ കർത്താവ് എന്നോട് ഒരു കാര്യം കൂടെ കർത്താവിനോട് പറയുന്നു. ഹല്ലേലൂയ. ആ കാര്യത്തിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ റെംറ്റേലിയ റക്കാത്തര കസംറ്റേലിയ റെംധൂനിയ ഹസംറ്റേലിയ. ഹല്ലേലൂയ. ഈ കേസുകൾക്ക് വേണ്ടി, കേസിൽ കുടുങ്ങി കിടക്കുന്നവർക്ക് വേണ്ടി പ്രെയർ ചെയ്യാൻ കർത്താവ് പറഞ്ഞു. സങ്കീർത്തനം 26:1 ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവമോ എനിക്ക് ന്യായം പാലിച്ച് തരണമേ, ദൈവമേ എനിക്ക് ന്യായം പാലിച്ച് തരണമേ, ഞാൻ നിഷ്കളങ്കനായി നടന്നിരിക്കുന്നു. നീ നിഷ്കളങ്കനായിരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പതറാതെ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നു. നീ പതറി കേസിൽ കുടുങ്ങുന്നവർ കർത്താവിനോട് പറയാണ്, നീ പതറിപ്പോകരുത്. നിന്നെ സാത്താനാണ് പതറിപ്പിക്കുന്നത്. അയ്യോ ഞാൻ തോറ്റു, ഞാൻ ജയിലിൽ കിടക്കുവോ, ഞാൻ പെട്ടുപോകുവോ? നിൻ്റെ മനസ്സ് പതറാൻ പാടില്ല, നിൻ്റെ ഹൃദയം പതറാൻ പാടില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവമോ ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ നിഷ്കളങ്കനായി നടന്നിരിക്കുന്നു. അപ്പോൾ നീ നിഷ്കളങ്കനാണോ എന്ന് നോക്കും. പിന്നെ നീ കുരുത്തക്കേടി പോയി ചാടരുതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിഷ്കളങ്കനായിരിക്കുക. ഞാൻ പതറാതെ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നു. നീ പതറാതെയാണ് ദൈവത്തിൽ ആശ്രയം വയ്ക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നീ പകുതിക്ക് വെച്ച് പതറിപ്പോവാൻ പാടില്ല. നിൻ്റെ പടകൊന്ന് കാറ്റ് വരുമ്പോൾ ഒന്ന് ആടും, അതൊന്നും കണ്ട് നീ കുലുങ്ങേണ്ട കാര്യമില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. യിശയ്യാവിൻ്റെ പുസ്തകം 54:17 ഇങ്ങനെ പറയുന്നുണ്ട്: നിനക്കെതിരെ പ്രയോഗിക്കപ്പെടുന്ന ഒരായുധവും നിനക്ക് ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിന്നെ കുറ്റം വിധിക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ആരാ കുറ്റം വിധിക്കുന്നത്? നീ കുറ്റം വിധിക്കും, നിൻ്റെ കൂടെയുള്ളവൻ. ഓ ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ഇത് ദൈവത്തിൻ്റെ ദാസന്മാരുടെ അവകാശവും, ഇത് ദൈവത്തിൻ്റെ ദാസന്മാരുടെ അവകാശമാണ്. ഓ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ്. ദൈവത്തിൻ്റെ ദാസന്മാരുടെ അവകാശമാണ് ഏത്? ഈ കേസിൽ നിന്ന് മാറിപ്പോകുന്നത്. എൻ്റെ പക്കൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന നീതിയുമത്രേ. ആമേൻ പറഞ്ഞേ. ഓ ഹല്ലേലൂയ. എൻ്റെ പക്കൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന നീതിയുമത്രേ എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇത് ദൈവം അരുളി ചെയ്ത കാര്യമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം അരുളി ചെയ്ത കാര്യമാണ്. എന്ത്? നിന്നെ ദൈവം, നീ ദൈവമകനാണെങ്കിൽ ഒരിക്കലും ദൈവം നിന്നെ ശിക്ഷിക്കാനോ കേസിലകപ്പെടുത്താനോ ദൈവം ഒരിക്കലും നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അതുപോലെ സങ്കീർത്തനം 75:2 ഇങ്ങനെ പറയുന്നുണ്ട്: നിർണയിക്കപ്പെട്ട സമയത്ത് ഞാൻ നീതിയോടെ വിധിക്കും. അപ്പോൾ നീ ആ ടൈം ദൈവമാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എപ്പോഴാണ് നിൻ്റെ കേസ് പൊട്ടിക്കുന്നതെന്നും, നിൻ്റെ കേസ് എപ്പോൾ ജാമ്യം എടുക്കും, നിൻ്റെ കേസ് എപ്പോൾ ക്ലോസ് ചെയ്യും. ഓ ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ തീ കത്തുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ആമേൻ പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. സങ്കീർത്തനം 75:2 പറയാണ്: നിർണയിക്കപ്പെട്ട സമയത്ത് ഞാൻ നീതിയോടെ വിധിക്കും. നീതിയോടെ വിധിക്കും. നിന്നെ കേസിൽ കുടുക്കിയതാ സാത്താൻ. അതൊന്നോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. നീ ദൈവമകനല്ലേ. നിനക്കെതിരെ ഒരായുധവും വലിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. യേശുവേ നന്ദി. ഫയർ ഹോളി സ്പിരിറ്റ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇയ്യോബ് അപ്പച്ചൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 16:19 ഇങ്ങനെ പറയുന്നുണ്ട്: ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എനിക്ക് വേണ്ടി വാദിക്കുന്നവർ ഉന്നതത്തിലുമാകുന്നു.
ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലുമുണ്ട്, എനിക്ക് വേണ്ടി വാദിക്കുന്നവർ ഉന്നതത്തിലുമാകുന്നു. അപ്പോൾ ഇവിടെ തന്നെയല്ല, നിനക്ക് വേണ്ടി വാദിക്കുന്ന ദൂതന്മാരാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങും. ഓ, നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കേസിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അയ്യോ ബ്രദറേ ഞാൻ പെട്ടു ബ്രദറേ എന്ന് പറയുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. എനിക്ക് ജപ്തിയാണ് ബ്രദറേ എന്ന് പറയുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ജപ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. നിന്നെ കേസിൽ കൊടുക്കത്തില്ല, നീ വിശ്വസിക്ക്. നിന്നെ കേസിൽ കൊടുക്കത്തില്ല. ഹല്ലേലൂയ. നിനക്ക് നീതി കിട്ടും, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതന്മാർ. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ഫയർ ഹോളി സ്പിരിറ്റ്. നീ വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞേ. ഐ ലവ് യു ജീസസ്. ഹല്ലേലൂയ. ലഗാദുരിക സംഠേനിയ റംധൂനിയ റഗാദുരിക സംഠേ ബ്രൈറ്റ ലബ സംഠേനിയ റെഖാദുരിക സംഠേനിയ റീലി ബിറൂനിയസ്. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ ഹീലാവട്ടെ, ഹീലാവട്ടെ. ഹീലാവുന്നു. നിൻ്റെ കേസ് സ്റ്റോപ്പാകുന്നു. നിൻ്റെ കേസ് നിൻ്റെ തലയിൽ നിന്ന് പോകുന്നു. നിൻ്റെ ആത്മാവിൽ നിന്ന് ഞാനതിനെ ബ്രേക്ക് ചെയ്യുവാണ് യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നീ പോകും കേട്ടോ, നീ ഗൾഫിൽ പോകും, നീ വിദേശത്ത് പോകും. കർത്താവ് പറയുക നിൻ്റെ കേസിൻ്റെ കുരുക്കെല്ലാം മാറും. നിനക്ക് മിനിസ്ട്രി ദൈവം തുറന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അതുപോലെ തന്നെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം ഞാൻ പൂർത്തീകരിച്ചില്ലായിരുന്നു. യോബിൻ്റെ പുസ്തകം. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എനിക്ക് വേണ്ടി വാദിക്കുന്നവർ ഉന്നതത്തിലുമാകുന്നു. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. അതാണ് ആ കേസ് നിങ്ങളുടെ തീർന്നു കേട്ടോ. നിങ്ങൾ കേസ് ജയിക്കും. ഹല്ലേലൂയ പറഞ്ഞാൽ മതി. യേശുവേ നന്ദി. ഇനി നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾക്ക് വീണ്ടും ഭയമാണെങ്കിൽ വീണ്ടും ഈ വീഡിയോസ് ഇരുന്ന് കേട്ടുകൊണ്ടേ ഇരിക്കണം. സീരിയസ്ലി നിങ്ങൾക്ക് ശക്തി കിട്ടും. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇഷ്ടം പോലെ കേസുള്ള ആളാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ തലയിൽ ഇല്ലാത്ത കേസ് മുഴുവൻ എൻ്റെ തല അടിച്ചേപ്പിച്ച്, കള്ളക്കേസ് എൻ്റെ തലയിലാണ് മുഴുവൻ കയറ്റി വെച്ചേക്കുന്നത്. എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് വേണ്ടി വാദിക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാരാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ പ്രതികൂലം എന്താണെന്നറിയാം. എൻ്റെ പ്രതികൂലം എൻ്റെ കോളിങ്. നീ അതാ വിശ്വസിക്കണ്ടേ. ഓ ഹല്ലേലൂയ. നിൻ്റെ പ്രതികൂലത്തിൻ്റെ മുകളിൽ നീ അടുത്ത കാല് വെക്കില്ലേ. ഓ, നീ എന്താണോ റിലീസ് ചെയ്യുന്നത് അത് ആത്മീയ മണ്ഡലത്തിൽ റിലീസാവും. എന്നെ ഇത്രയും പവർഫുള്ളിൽ ഇങ്ങനെ പ്രെയർ ചെയ്യാനും പ്രാർത്ഥിക്കുവാനും സംസാരിക്കുവാനും ദൈവം എന്താ പറയുക, എന്നെ ഈ സാഹചര്യത്തിലൂടെ കൊണ്ടുപോയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാനും അധികാരത്തോടെ കൽപ്പിക്കാനെല്ലാം പറ്റൂ. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ എല്ലാവരോടും ക്ഷമിക്കും. അതാണ് എനിക്ക് ഭയങ്കര ക്ഷമാശീലമാണ്. എന്നെ ഉപദ്രവിക്കുന്നവരെ ഞാൻ ക്ഷമിക്കാറുണ്ട്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ എന്താ പറയുക, ചില വ്യക്തികൾ മുറിവുകളിടുന്നത് ഞാൻ കാണുന്നുണ്ട്. മുറിവുകളിടുകയാണ്. നിങ്ങൾ ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് മുറിവുകളിടാതിരിക്കുക. നിങ്ങൾ എനിക്ക് മുറിവിട്ടാണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ ഒരു ഹോളിടും ദൈവം. സത്യം ഞാൻ പറയുന്നത്. എനിക്കെതിരെ സംസാരിക്കുമോ, എൻ്റെ ഹൃദയത്തിന് മുറിവുകൾ ഉണ്ടാക്കിയാലുണ്ടല്ലോ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലോ നിൻ്റെ ഹൃദയത്തിൽ ദൈവം ഉണ്ടല്ലോ ഒരു ഹോളിടും. ഓ, നിൻ്റെ തൊണ്ടയിൽ ഒരു ഹോളിടുന്ന കർത്താവിനെ കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ നിനക്കൊന്നും ഒരു ദോഷവും ചെയ്യാൻ വരത്തുമില്ല. നിനക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. നീയൊക്കെ രക്ഷയിലേക്ക് വരണം.
നീ യേശുവിനെ വിട്ട് പോരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും. ഓ ഫയർ ഹോളി സ്പിരിറ്റ്, നിൻ്റെ മൂക്കിലുണ്ട് ഞാൻ 200 ഇടി ഇടിച്ചാലും നീ യേശുവിനെ തള്ളി പറയരുതെന്നാണ് ഞാൻ പറയത്തുള്ളൂ. നിൻ്റെ മൂക്കിലുണ്ട് ഇടി കൊണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് വേദനിക്കത്തില്ല. യേശു ഉണ്ടെങ്കിൽ നിനക്ക് വേദന വരത്തില്ല. ഓ അതാണ് എൻ്റെ ദൈവം. നിന്നെ വണ്ടി ഇടിച്ച് നിൻ്റെ ആത്മാവ് പോയി. പക്ഷെ ദൈവത്തിൻ്റെ കോളിങ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിൻ്റെ ആത്മാവിനെ ദൂതൻ തിരിച്ചു കൊണ്ടുവരും. പക്ഷെ നീ വിശ്വസിക്കേണ്ടത് യേശുവിനെ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഐ ലവ് യു ജീസസ് എന്ന് നീ പറയാൻ പറ്റണം നിനക്ക്. പിന്നെ നീ ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതം നീ സമർപ്പിക്കണം. നിനക്കെന്താ രാത്രി ഉറക്കമില്ലാത്തതെന്നറിയോ? നീ ഉറങ്ങിയാൽ നിനക്ക് മരണം സംഭവിക്കുക. അപ്പോൾ നീ തീരുമാനം എടുക്കേണ്ടത് എന്താണെന്നറിയോ? എനിക്ക് അഭിഷേകം വേണം കർത്താവേ എന്നാണ് നീ പറയേണ്ടത്. കർത്താവേ എനിക്ക് അഭിഷേകം വേണോ? എനിക്ക് ഉറക്കമില്ല കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു അഭിഷേകത്തിനെ കണ്ടുപിടിച്ച് തരണോ? ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അഭിഷക്തന്മാർ ദൈവം അതിശക്തമായിട്ട് ഈ 2026 ഈ ഒരു മാസം ദൈവം പുതിയ മിനിസ്ട്രിയുടെ വാതിൽ തുറക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പുതിയ മിനിസ്ട്രിയുടെ വാതിൽ അവർക്ക് ദൈവം പുതിയ ചർച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ ചർച്ച് ദൈവം അവർക്ക് കൊടുക്കാൻ പോവുക. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞായിട്ടെടുത്ത് യേശു നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ് ടച്ച് പുതിയ ചർച്ച്. ഹല്ലേലൂയ. ചർച്ച് മിനിസ്ട്രി അവർക്ക് ചർച്ച് ദൈവം കൊടുക്കാൻ പോവുക. ഹല്ലേലൂയ. യേശു നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ഉള്ള ആ വണ്ടിയല്ല, വേറൊരു നല്ല വണ്ടി അവർക്ക് ദൈവം കൊടുക്കാൻ പോവുക. ഹല്ലേലൂയ. യേശു നന്ദി പറഞ്ഞ് നിങ്ങളെ സ്വീകരിച്ച് അവർ പുതിയ വണ്ടി മാറണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ആ ആത്മീയ മണ്ഡലത്തിൽ ആ പ്രാർത്ഥന നിൽക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. കർത്താവ് പറഞ്ഞ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. അവർക്ക് പുതിയ നല്ലൊരു വണ്ടി. ഹല്ലേലൂയ. അത്യാവശ്യം ലോങ്ങൊക്കെ ഓടാൻ പറ്റിയ നല്ലൊരു വണ്ടി ഫയർ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം അവർക്ക് തരുന്നെന്ന് കർത്താവിനോട് നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾക്ക് വണ്ടി ദൈവം ഓപ്പണാക്കും. ഫയർ ഹോളി സ്പിരിറ്റ് ടച്ച് ഹോളി സ്പിരിറ്റ് ഹീൽ ജീസസ് നെയിം. ഹല്ലേലൂയ. വണ്ടി ഓൾറെഡി ഉണ്ട്, ആ വണ്ടി അവിടെ കിടന്നോട്ടെ. നിങ്ങൾക്ക് വേറെ വണ്ടി ദൈവം നിങ്ങൾക്ക് സെറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എന്നെ ബ്ലെസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടൂ വീലർ നല്ല ടൂ വീലർ അവർക്ക് ദൈവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. നല്ല ടൂ വീലർ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കർത്താവ് എന്നെ കാണിക്കുന്നു. അവർക്കും നല്ല ഓടുന്ന നല്ല പവറുള്ള നല്ല വണ്ടി ദൈവം അവർക്ക് കൊടുക്കുന്നെന്ന് കർത്താവിനോട് പറയാൻ പറഞ്ഞു. കർത്താവ് യേശു നാമത്തിൽ റിലീസാവട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. അതുപോലെ തന്നെ കുറേ സിസ്റ്റർമാർ ആക്റ്റീവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന കർത്താവ് എന്നെ കാണിക്കുന്നു. അവർക്ക് ദൈവം ആക്റ്റീവയുടെ വാതിൽ ദൈവം തുറന്നു കൊടുക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ലീഖാ തരാക്ക സംഠേനിയ ലഖാതുരിയ സംഠേല റംധൂരിയ രഖാ തരാക്ക. അവർക്ക് ആക്റ്റീവ് കിട്ടും. യേശുവിൻ നാമത്തിൽ ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവർക്ക് ആക്റ്റീവ് കിട്ടട്ടെ. ഹല്ലേലൂയ. ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരെ കർത്താവ് എന്നെ കാണിക്കുന്നു. അവർ ഈ മാസം തന്നെ അവർ ഡ്രൈവിംഗ് സ്കൂളിൽ ചേരും, ഡ്രൈവിംഗ് പഠിക്കും. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ തന്നെ പറയുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് തരുന്നു. നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ് ടച്ച് ഹോളി സ്പിരിറ്റ് ഹീൽ ജീസസ്. അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. നിങ്ങളൊരു ആമേൻ മതി, നടക്കുമത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവ് പറയുന്നു കടകൾ
ഈ മാസം കടകൾ നിങ്ങൾ ഓപ്പൺ ആക്കുമെന്ന് കർത്താവ് പറയുന്നു. നല്ല പാചകം ചെയ്യാൻ അറിയാവുന്ന ആൻറ്റിമാർ ദൈവം കാണിച്ചു തരുന്നു. ആ അങ്കിൾമാരെ കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് ദൈവം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഹോട്ടലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് നിങ്ങൾക്ക് ദൈവം തുറന്നു തരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. യേശു നാമത്തിൽ ഇത് റിലീസ് ആവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസിനെ. റീഖാ തരാ കസംഠേനിയ, ലേഖാദുരിയ സംഠേലിയ. അതുപോലെ തന്നെ PSC എഴുതിയിട്ട് ജോലി കിട്ടാതെ അവർക്ക് PSC എഴുതി ഈ വർഷം തന്നെ PSC എഴുതി നിൽക്കുന്നവരും എഴുതാൻ പോകുന്നവർക്കും അവർ ധൈര്യമായിട്ട് എഴുതിക്കോ. പരീക്ഷയിൽ തോറ്റു കിടക്കുന്നവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞു. ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു മേഖലയിൽ നിങ്ങൾ വിജയിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം, ഹീൽ ജീസസ് നെയിം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞു. നിങ്ങൾ ധൈര്യമായിട്ട് PSCയോ എന്ത് പരീക്ഷ എഴുതിയാലും, അതുപോലെ തന്നെ നിങ്ങൾ ഗൾഫിലേക്ക് പോകാനുള്ള വിസ നിങ്ങൾക്ക് ദൈവം തുറന്നു തരുമെന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂട് വയ്ക്കാൻ പറയുന്നു. പാസ്പോർട്ട് എടുക്കാത്തവർ ഈ മാസം തന്നെ നിങ്ങൾ പാസ്പോർട്ടിന് അപേക്ഷ വയ്ക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങൾക്ക് പുറത്തേക്ക് പോകണം, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ കുറേ പേര് എന്നെ കാണുന്നവരുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചൂട് വയ്ക്കുക. ദൈവം അതിൽ പ്രവർത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലെസ് ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പാസ്പോർട്ടിന് അപേക്ഷ വയ്ക്കുക, പാസ്പോർട്ട് എടുക്കുക. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. അതുപോലെ തന്നെ കർത്താവ് പറയുന്നത് ഹല്ലേലൂയ, രോഗങ്ങളുള്ളവരുണ്ട്, നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാവും കേട്ടോ. നിങ്ങൾ ഉണർവായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങൾ ഉണർവായി മാറും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ തൂണായിരിക്കും നീ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നീ ഒരു വലിയ തൂണായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിൻ്റെ തൂണിടിച്ച് കളയാൻ ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്, നീ ഒരു ആരാധനാലയത്തിൻ്റെ തൂണായിരിക്കും. ഹല്ലേലൂയ. ഈ മാസം തന്നെ അനേക ചർച്ചുകളുടെ തൂണുകൾ പൊങ്ങുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. കല്ലിടിയിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ തൂണുകൾ, ചർച്ചിൻ്റെ തൂണുകൾ പണിയുന്നത്, പുതിയ ചർച്ച് ദൈവം അവർക്ക് റിലീസാക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. അനേക ചർച്ചുകൾ പൊങ്ങും. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അതുപോലെ തന്നെ പിന്നെ കർത്താവ് കാണിക്കുന്നത് പല സ്ഥലങ്ങളിലും ക്രൂസേഡുകൾ ദൈവം സെറ്റാക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അനേക ആത്മാക്കൾ ഇതിനു വേണ്ടി പൈസ കൊടുക്കാൻ റെഡിയായി നിൽക്കുന്നത് ദൈവം എന്നെ കാണിക്കുന്നു. ഈ 2026 ഈ മാസം അനേക പേര്, നിങ്ങളൊരിക്കലും പൈസയൊന്നും ഇവരൊന്നും ഒരിക്കലും തരത്തില്ല എന്ന് വിചാരിക്കുന്നവർ ലക്ഷക്കണക്കിന് പൈസ ക്രൂസേഡിനും ചർച്ചിനും വേണ്ടി തരാൻ റെഡിയാക്കി ദൈവം അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങളത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഒരിക്കലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ വിധിക്കാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കളെ എല്ലാവരും സഹായിക്കുന്ന ഒരു സീസൺ. ഹല്ലേലൂയ. ദൈവം ഇടപെടും അവരുടെ അടുത്തൊക്കെ. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ദൈവം അവർക്ക് വലിയ മനസ്സ് കൊടുക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പൈസ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഞാൻ ആർക്ക് കൊടുക്കും, ഇങ്ങനെ കുറേ പേരെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മര്യാദയ്ക്ക് ദൈവഹിതമായിട്ട് നിൽക്കുന്നവർക്ക് ദൈവം അവർക്ക് കൊടുക്കാൻ ഇടപെടുത്തും. മര്യാദയ്ക്ക് നിൽക്കണം. ആരെ വിധിക്കാനും ചതിക്കാനും ദോഷം പറയാനും നീ നിൽക്കരുത്. നീ പുതുതായി ജനിച്ചിട്ടില്ലെങ്കിൽ നീ പുതുതായി ജനിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നത്. പുതുതായി നീ ജനിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. യേശുവേ നാമത്തിൽ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹീൽ ജീസസ് നെയിം. ഹീലാവട്ടെ. ലെഖാ ദരാം സൂനിയ ഹസം ടേലിയ, റെഖാദുരി ഹസം ടേലിയ, മിഖാ ബറാസി ക്രൈം ടേലിയ. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. വാഹനം കിട്ടും കേട്ടോ. പുതിയ വാഹനം തന്നെ കിട്ടും.
പുതിയ വാഹനം തന്നെ ദൈവം തരും മിനിസ്ട്രിക്ക് വേണ്ടി. കർത്താവ് അങ്ങനെ തന്നെ പറയുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ദൈവം എന്നെ ആത്മീയ മണ്ഡലത്തിൽ കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവെ നന്ദി പറഞ്ഞ് സ്വീകരിച്ച് പുതിയ വാഹനം തന്നതിനായി നന്ദി. കർത്താവ് എനിക്ക് മിനിസ്ട്രിക്ക് വേണ്ടി പുതിയ വാഹനം വേണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം എന്നെ കാണിക്കുന്നു. മുമ്പിൽ ഒരു വഴിയുമില്ല, ഒരു വഴിയും വേണ്ട, ദൈവം നിനക്ക് വഴി തുറക്കും കേട്ടോ. നീ വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവെ നന്ദി പറഞ്ഞേ. പുതിയ വാഹനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. കർത്താവ് പറഞ്ഞു ദൈവം നമുക്ക് പുതിയ വീട് തരും കേട്ടോ. യേശുവെ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ചിലർ പ്രാർത്ഥിക്കുന്നത് ഈ വാടക കൊടുക്കാതെയെങ്കിലും നിൽക്കണം. ഹല്ലേലൂയ. അത് ദൈവം സാധിച്ചു തരും കേട്ടോ. നിങ്ങളുടെ അടുത്ത് നിന്ന് വാടക മേടിക്കത്തില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള വാതിലുകൾ തുറക്കും. നിങ്ങൾക്ക് തുറക്കാത്തത് എന്താണെന്നറിയോ? അഭിഷേകം ഇല്ലാത്തതുകൊണ്ടാണ് തുറക്കാത്തത്. അഭിഷേകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വീട്ടിൽ വേണമെങ്കിലും താമസിക്കാനുള്ള നിങ്ങളൊരു പ്രശ്നം വരുമ്പോൾ ഓടുന്നില്ലേ? ദൈവമക്കൾ എന്നുള്ള പേരും പ്രശ്നം വരുമ്പോൾ ഓടും. അതാ ഒന്നും കിട്ടാത്തത്. വണ്ടിയും കിട്ടില്ല, വീടും കിട്ടില്ല, ഒരു തേങ്ങയും കിട്ടത്തില്ല. മറ്റുള്ളവൻ്റെ വീട്ടിൽ മറ്റുള്ളവൻ്റെ പറമ്പിൽ തേങ്ങ ചാടുന്നു നോക്കിക്കൊണ്ടിരിക്കും. നീ ആദ്യം അഭിഷേകത്തിൽ വില കൊടുക്കണം. ഹല്ലേലൂയ. അഭിഷേകമാണ് നിനക്ക് എന്താ പറയുക, വീട് കിട്ടുന്നതും കാറ് കിട്ടുന്നതും ഡ്രൈവിങ് പഠിക്കുന്നതും നീ പറക്കുന്നതും. ഇതെല്ലാം അഭിഷേകത്തിൻ്റെ പരിപാടികളാണ്. അപ്പോൾ നീ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. യേശുവെ നന്ദി പറഞ്ഞ് ഫയർ ഹോളി സ്പിരിറ്റ്. വലിയ അത്ഭുതം കർത്താവ് ഇന്ന് ചെയ്തു കഴിഞ്ഞു. യേശുവെ നന്ദി പറഞ്ഞ് ഫയർ ഹോളി സ്പിരിറ്റ്. ലഖാദറാക സലം ഠേനിയ മിഖാദറാക സം ഠേനിയ ലഖോദറൗ കുസീധറം ധുലബറാം ടൂനിയ മറാക്ക സീക്രൈൻ ഠേലിയ കോസബ് ചലബ. അതുപോലെ കർത്താവ് പറയുന്നു മൃഗസമ്പത്ത് ദൈവം തരും കേട്ടോ. മൃഗങ്ങളെ വളർത്തുവാൻ മൃഗസമ്പത്ത് ദൈവം തരുമെന്ന് കർത്താവ് പറയുന്നു. പശു, ആട്, കോഴി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ദൈവം സെറ്റാക്കി തരും. ഇനി ദാരിദ്ര്യം ദൈവം സ്റ്റോപ്പ് ചെയ്യുന്നെന്ന് കർത്താവ് പറയുന്നു. ദൈവത്തിന് വേണ്ടി ജീവിച്ചോണം. ഇതാ കർത്താവ് പറയുന്നത്. കർത്താവിന് വേണ്ടി ജീവിച്ചോണം. സുവിശേഷം അറിയിച്ചോണം. നിൻ്റെ ഊടായ്പകളെല്ലാം മാറ്റിക്കോണം. കർത്താവ് പറയുക വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. നിനക്ക് മൃഗസമ്പത്ത് തരും. ഇതൊക്കെ തരുന്ന നീ നിൻ്റെ സഹോദരന്മാരെയും കൂടെ ചേർത്ത് നിനക്ക് ക്ഷമിക്കാനുള്ള കൃപ വേണോ? പ്രായമായില്ലേ, തള്ളയായില്ലേ, ഇപ്പോഴും കെട്ടിയവനോട് ദേഷ്യം, ആങ്ങളയോട് ദേഷ്യം, 2-3 പിള്ളേരായി. നിൻ്റെ ഉള്ളിൽ ഏത് ആത്മാവാണ് ഉള്ളത്? കർത്താവ് ചോദിക്കുക. പേരിനൊരു ക്രിസ്ത്യാനി, അതാണോ നിന്നെ ദൈവം വിളിച്ചത്? അല്ല. ഹല്ലേലൂയ. ആ മൈൻഡെല്ലാം നീ മാറ്റണം. കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. എനിക്ക് ആരോടും ദോഷമില്ല. പ്രൈസ് ദി ലോർഡ്. മര്യാദയ്ക്ക് ജീവിച്ചോണം. ദൈവത്തിന് വേണ്ടി ജീവിച്ചോണം. എല്ലാം ദൈവത്തിന് വേണ്ടി നീ ജീവിക്കണ്ടേ. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് നിന്നെ വിളിച്ചേക്കുന്നത്. നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ തോന്നിവാസത്തിനെ തുള്ളിക്കളിക്കാനുള്ളതല്ല. ദൈവത്തെ അറിഞ്ഞ് പുതുതായി ജനിക്കണം. അതാ കർത്താവ് പറയുന്നത്. പുതുതായി ജനിക്കണം. ദോഷം ചെയ്തതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്. ഹീൽ ജീസസ് നെയിം. എന്നെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്, എനിക്കറിയാം. കാരണം എനിക്കത് നിർത്താൻ പറ്റുന്നില്ല. എൻ്റെ വാക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഓഫ്, അവർക്കറിയാം അഭിഷേകം ഇതിൽ ചലിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. നിങ്ങളെന്നെ കൂടുതൽ സ്നേഹിക്കുന്നെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നിങ്ങൾ എന്നെയല്ല സ്നേഹിക്കുന്നത്, നിങ്ങൾ യേശുവിനെയാണ് സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.
എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നീ സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. എല്ലാ ഭാരങ്ങളെ മാറ്റിയതിനായി നന്ദി പറയുന്ന കർത്താവേ. ജനത്തെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നപ്പാ. പുതിയ സൃഷ്ടിച്ചതിനെ പുതുതായി ജനിച്ചതിനായി നന്ദി പറയുന്നപ്പച്ച. ഉണർവായതിനായി നന്ദി പറയുന്നപ്പച്ച. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹീൽ ജീസസ് നെയിം. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓക്കെ.